ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറൈൻ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ലേറ്റായി പോയി. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരുമ്പം ലേറ്റ് ആകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്. ഞാൻ ഇത് ചെയ്യാൻ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആകും എന്ന് പറഞ്ഞു. നമുക്ക് സമയം കളയണ്ട, നമുക്ക് നേരെ ഡേറ്റയിലോട്ട് പറയാം. മാർക്കറ്റ് ഇന്ന് നിങ്ങൾക്കറിയാം, മാർക്കറ്റ് ഇന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റ് നൽകിയത്. കഴിഞ്ഞ ദിവസം ധാരാളം ആൾക്കാർ പുട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം മാർക്കറ്റിൽ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് മാർക്കറ്റാണ്. അപ്പോൾ അതിനെ നമുക്കതിൻ്റെ സാധ്യതകളെപ്പറ്റി മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അത് പൂർണ്ണമായിട്ട് 100% മാർക്കറ്റ് ഈ വഴിക്ക് തന്നെ പോകും എന്ന് ലോകത്തൊരു ശക്തിക്കും അത് അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ പറയാനോ പറ്റത്തില്ല. പിന്നെ നമ്മൾ സാധ്യതകളെ പറ്റിയും പഠനങ്ങളും ഡേറ്റകൾ വെച്ചിട്ട് നമ്മൾ ഒരു പ്രോബബിലിറ്റി സാധ്യതകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ലോകത്തുള്ള എല്ലാ മാർക്കറ്റും താഴോട്ട് പോയപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. ആ മുകളിലോട്ട് കയറിപ്പോയതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അതൊരു മാനിപ്പുലേഷൻ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, അതിനെപ്പറ്റി കൂടുതൽ തർക്കത്തിനൊന്നും ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പലരും ചോദിച്ചു, സാറേ എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി, എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ എന്താണ് സംഗതി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു മാനിപ്പുലേഷൻ ആണല്ലോ. ആരൊക്കെയോ വേണ്ടി മാർക്കറ്റിനെ മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോയി, എന്തോ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനോ രക്ഷപ്പെടാനോ വേണ്ടി ചെയ്ത ഒരു പർപ്പസ്ഫുൾ ക്രിയേഷൻ ആണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, എനിവേ, എന്തെങ്കിലും ആയിക്കോട്ടെ. മാർക്കറ്റ് ധാരാളം ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ രക്ഷപ്പെടാനുള്ളൊരവസരം രാവിലെ തന്നെ മാർക്കറ്റുണ്ടായിരുന്നു. മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഡൗൺ കിട്ടി. ഏകദേശം 150 പോയിൻറ്റിന് മുകളിൽ ഒരു ഗ്യാപ്പ് ഡൗൺ നമുക്ക് മാർക്കറ്റിൽ കിട്ടി. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കൃത്യമായിട്ട് വന്ന് മാർക്കറ്റ് താഴെ വന്ന് നമ്മളുടെ 24 ബോക്സിൻ്റെ ബോട്ടം ക്ലിയറായിട്ട് ബോക്സിൻ്റെ ബോട്ടം ഒന്ന് ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറിയപ്പം ഈ ഒരു ക്യാൻഡിൽ, ഈ 1, 2, ഈ മൂന്നാമത്തെ ക്യാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഓപ്പണിംഗ് റേഞ്ചിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മെസ്സേജ് ഗ്രൂപ്പിലിട്ടായിരുന്നു. ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു പഠനം, ഒരു സ്റ്റഡി ഞാൻ ഗ്രൂപ്പിലിട്ടായിരുന്നു. അപ്പോൾ എന്താണ് ആ സ്റ്റഡി എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ആ മെസ്സേജ്. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഈ കാണുന്നത് ഈ നാളത്തെ എക്സ്പയറിയുടെയും നെക്സ്റ്റ് എക്സ്പയറിയുടെയും ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തിട്ട് നമ്മളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ 24 ഒരു സെക്കൻഡ് ഞാൻ നോക്കിക്കോട്ടെ. ഓപ്പൺ 24,200 കോൾ റൈറ്റിംഗ് ധാരാളം അഡീഷൻസ് അവിടെ വന്നിട്ടുണ്ട്. 24,200 24,250 24,300 ഒക്കെ ഉള്ള പുട്ടുകാർ അവിടെ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 24,000 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കോൾ റൈറ്റിംഗ് അഡീഷൻസ് അവിടെ വരുന്നുണ്ട്. അതായത് 24,000 കോളുകാർ അവരുടെ പൊസിഷനോടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ആഴ്ചത്തെയാണ്. അപ്പൊ 24,200 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 24,200 അഡീഷണൽ ആയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് ധാരാളം ഹ്യൂജ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് 24,150 100 ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് കൂടുതലാണ്. ഓക്കെ, 24,000 അഡീഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ആഴ്ചത്തെ എക്സ്പയറിയുടെ. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സ്പയറി നോക്കിക്കഴിഞ്ഞാൽ, അതായത് 28-ാം തീയതി, അതായത് നിങ്ങൾ കണ്ട 28-ാം തീയതി, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 24,000 ലോങ് അൺവൈൻഡിങ് അവിടെ നടന്നിട്ടുണ്ട്. 24,000 അതുപോലെ തന്നെ 24,200 കോള് ധാരാളം ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിൽ 24,200 നോക്കുകയാണെങ്കിലും കോൾ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ പുട്ട് അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പഠനാർത്ഥം ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ഒരു സാമ്പിളായിട്ട് ഞാൻ ഈ 2 എക്സ്പയറിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇട്ടത് മാത്രമേ ഉള്ളൂ. പഠനാർത്ഥം ഇങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെങ്കിൽ ഡേറ്റ ഓപ്പൺ ഇൻട്രസ്റ്റ് സൂചിപ്പിക്കുന്നത് ഈ 2 കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. മാർക്കറ്റിൽ കോൾ റൈറ്റിംഗ് കൂടുകയും അഡീഷൻസ് വരികയും ലോങ് അൺവൈൻഡിങ് നടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അനന്തരഫലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അപ്പം ഞാനത് ഇവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത്. അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് ഇച്ചിരൂടെ മേലോട്ട് പോയി. അതിനുശേഷം
ഒരു കൺസോൾട്ടേഷനും പിന്നെ അനുബന്ധിച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും താഴോട്ട് ഇറങ്ങി വന്ന് കൃത്യമായിട്ട് 24 എല്ലാം നമ്മൾ വരച്ച വരകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മുടെ ബോക്സിൻ്റെ ബോട്ടത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറിപ്പോയി, വീണ്ടും തിരിച്ച് മാർക്കറ്റ് കറക്റ്റ് 24,141 ഒന്ന് ടെസ്റ്റ് ചെയ്തു ഇല്ലേ. അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിപ്പോയത്. അപ്പം രക്ഷപ്പെടാനുള്ള അവസരം, നിങ്ങൾ പി ഹോൾഡ് ചെയ്തവരാണെങ്കിൽ രക്ഷപ്പെടാനുള്ള അവസരം ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സപ്പോർട്ട് എടുത്തപ്പോഴും ഇവിടുന്ന് ഇതിനെ എൻഗൾഫ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു ക്യാൻഡിൽ ഉണ്ടായപ്പം ഇവിടെ നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കാനുള്ളൊരു അവസരങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെ നിങ്ങൾ ഉപകാരപ്പെടുത്തി എനിക്കറിയത്തില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇന്നത്തെ അവസരങ്ങൾ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തിയെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരം ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പം എന്താണ് മാർക്കറ്റ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഇത്ര ലേറ്റ് ആയതുകൊണ്ടും കുറേ ഡേറ്റകൾ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂതികൾ അതായത് ഇറാന് ഹൂതികളെ വെച്ച് ബാബൽ മന്ദർ വെച്ചിട്ട് വഴിയുള്ള എണ്ണ കയറ്റുമതി സൗദിക്ക് ബാൻ ചെയ്തു. അതായത് സൗദി ചെങ്കടൽ വഴി നടത്തുന്ന ചെങ്കടൽ വഴി ക്രൂഡ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ബാബൽ മന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ ഹൊർമൂസ് മാതിരി ഒരു കടലെടുക്കാണ്. അതുവഴി ചെങ്കടലിലൂടെ ഇവർ ഏകദേശം എനിക്കൊന്ന് 4 മില്യൺ എങ്ങാണ്ടാണ് ഒരു ദിവസം 4 മില്യൺ ബാരൽ. ഞാൻ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഒരു ദിവസം ഏകദേശം ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഏകദേശം 4 മില്യൺ 1 സെക്കൻഡ് 4.5 മില്യൺ ബാരൽസ് ആണ് ഒരു ദിവസം 4.5 മില്യൺ ബാരൽസ് ആണ് അതുവഴി സൗദി കയറ്റുമതി ചെയ്യുന്നത്. അത് അവർ കംപ്ലീറ്റ് സീസ് ചെയ്യും, ക്ലോസ് ചെയ്യും. അതുവഴി ഇനി ഒരു പരിപാടി നടത്തിയെന്നില്ലെന്നാണ് ഹൂതികൾ പറഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രൂഡിൻ്റെ പ്രൈസ് സർജ് ചെയ്യും. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പം ക്രൂഡിൻ്റെ പ്രൈസ് ഏകദേശം $2 താഴെ പോയായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡിൻ്റെ പ്രൈസ് വീണ്ടും തിരിച്ച് കയറുന്നതായിട്ട് നമ്മൾ കാണുന്നത്. US ഓയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ ഒരു സർജ് കണ്ടേക്കുന്നത്. അപ്പോൾ തിരിച്ച് വീണ്ടും മാർക്കറ്റ് പഴയ ഏരിയയിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും രാത്രിയുടെ ഇതിൻ്റെ ബാക്കി എസ്കലേഷൻ നമുക്കറിയാം എന്ത് സംഭവിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇറാൻ ഇതിനിടയിൽ നമുക്കിപ്പോൾ ഇങ്ങനൊരു ഫോൾ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫോൾ ക്രൂഡിനകത്തിൽ ഇങ്ങനൊരു ഫോൾ വന്നു. നമുക്കൊരു സർജ് നിഫ്റ്റിയിലൊരു സർജും കണ്ടു ലാസ്റ്റ് മൊമെൻറ്റിൽ അല്ലേ. ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് ഇറാൻ്റെ ഒരു വിദേശകാര്യ വക്താവ് നേരെ പാകിസ്ഥാനിലോട്ട് വെച്ച് പിടിച്ചായിരുന്നു. ഒരു ഡീല് സംസാരിക്കാനാണ്, ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ഒരു ഡീല് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരാൾ പാകിസ്ഥാനിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു വാർത്ത പരസ്യമായതോടെയാണ് പെട്ടെന്ന് തന്നെ ഒരു സമവായം ഉണ്ടാകും, വീണ്ടും ഒരു ഉടമ്പടി ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ് പെട്ടെന്ന് തന്നെ ക്രൂഡ് ഇത് വന്ന് ഈ സംഭവം ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താണ്. ഇതൊക്കെ മാർക്കറ്റിൻ്റെ ആരൊക്കെയോ ചരട് വലിക്കനുസരിച്ച് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വന്നു, ഈ വീഴ്ച വന്നതിന് ശേഷം അപ്പോൾ തന്നെ വീണ്ടും അടുത്ത ഇടയിൽ വന്നു, ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല, ഞങ്ങൾ ആരെ ചുമതലപ്പെടുത്തിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു പദ്ധതിയെ ഉദിക്കുന്നില്ല, പുതിയൊരു കരാറിനെ പറ്റി ഇനിയും ചിന്തിക്കുന്നില്ല, ഉള്ള കരാർ ക്യാൻസൽ ചെയ്തു എന്ന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു ഡയലോഗ് വന്നു. അപ്പോഴത്തേക്ക് സംഗതി വീണ്ടും കളി മാറി. അപ്പോഴത്തേക്ക് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് സംഭവം. അപ്പോൾ മാർക്കറ്റിൽ വരുന്ന ന്യൂസുകൾ, ഡേറ്റയേക്കാൾ വരുന്ന ന്യൂസുകൾക്ക് വളരെ പ്രാധാന്യം, അതിനെ ബേസ് ചെയ്താണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പോൾ ഇപ്പം വൈകുന്നേരം ബാബൽ മന്ദർ ക്ലോസ് ചെയ്യും, സൗദിയെ കൊണ്ട് ഒറ്റ എണ്ണ കയറ്റുമതി പോലെ സമ്മതിപ്പിക്കത്തില്ല എന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് വീണ്ടും തിരിച്ച് ക്രൂഡ് വീണ്ടും തിരിച്ച് കയറുകയും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ US ഫ്യൂച്ചറും ഡൗ ജോൺസും ഒക്കെ നല്ല രീതിയിൽ പൊട്ടിയായിരുന്നു. പൊട്ടിയതിന് ശേഷം ചെറിയൊരു റിക്കവറി കാണുന്നുണ്ട്. ഇനിയിപ്പോൾ രാത്രി എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കറിയത്തില്ല. രാത്രി ഇനിയിപ്പോൾ ട്രംപണ്ണൻ രാത്രി ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോൾ ഇനി പുള്ളി എന്തൊക്കെയാണ്, ഇപ്പോൾ ഇറാൻ കുറേ ഡയലോഗുകൾ പറഞ്ഞു, ഇതിന് മറുപടി എന്നോണം എന്താണ് മറ്റേ പുള്ളി പറയുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. എന്തായാലും നിലവിൽ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 80 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഇപ്പം നിലവിൽ ഓടുന്ന നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം ഒരു 80-90 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗണിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും നാളെ രാവിലെ ഓപ്പൺ ചെയ്യുമ്പം സംഗതികൾ നമുക്ക് കണ്ടറിയാവുന്ന സംഭവം. അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ HDFC ബാങ്കിൻ്റെ ADR
ഏകദേശം 9% ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 5% നമുക്ക് HDFC താഴെ പോയുള്ളൂ. പക്ഷേ അതിനെ കടത്തി വെട്ടുന്ന രീതിയിൽ ഇപ്പോൾ നോക്കിക്കേ, HDFC ADR ഏകദേശം 8.8, മുമ്പ് നോക്കുമ്പോൾ 9%, ഏകദേശം 9%-ത്തിനടുത്ത് ഡൗൺ ട്രെൻഡിലാണ് HDFC ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റിലും ഇതേ രീതി ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഇന്ന് വീണ 5-ൻ്റെ ബാക്കി 4% കൂടെ നാളെ വീഴാനുള്ള സാധ്യത ദൈവത്തെ ഓർത്ത് ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് സാധ്യതകളെപ്പറ്റി മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാതെ കൃത്യമായിട്ട് ഈ മാർക്കറ്റ് ഈ സൈഡിൽ കൂടെ തന്നെ പോകും എന്ന് പറയാൻ ഞാൻ ആളല്ല, ഞാൻ ദൈവമല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ മുന്നിൽ വരുന്ന ഡേറ്റകൾ വെച്ചാണ് സംസാരിക്കുന്നത്. ആ ഡേറ്റകൾ ഇന്നല്ലെങ്കിൽ നാളെ സത്യമാണെന്ന് തെളിയും. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്, ഇല്ലേ? അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യാൻ ആരോടും പറഞ്ഞില്ല. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു. ഇന്ന് രാവിലെ അത് രക്ഷപ്പെടാനുള്ളൊരു അവസരം നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ആക്രാന്തത്തിനും 24,000, 23,800 ഒക്കെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഹോൾഡ് ചെയ്തവരുടെ കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ മുന്നിൽ ഇപ്പം ഏകദേശം 9% HDFC ബാങ്ക് വീണു. അതിൽ ഇന്ന് 5% ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വീണു. അപ്പോൾ ബാക്കി 4% എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഇന്നലെ നിങ്ങളോട് വേറെ കാര്യം പറഞ്ഞിരുന്നു. ICICI ബാങ്ക് ഇപ്പം 1% പ്ലസ്സിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. വിപ്രോയും ചെറിയ ഇൻഫിയും ഡൗൺ ട്രെൻഡിൽ 1% ഡൗണിലാണ്. പക്ഷേ ഞാൻ ഇന്നലെ നിങ്ങളോടൊരു കാര്യം ഞാൻ സംസാരിച്ചായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ICICI ബാങ്കിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാം നിങ്ങളോട്, ഇല്ലേ? ICICI ബാങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, എപ്പോൾ നമുക്കൊക്കെ ഒരു റിസൾട്ട് വരുമ്പോഴും, റിസൾട്ട് രാവിലെ വന്നപ്പം ഒരു ഭയങ്കര വലിയ സർജൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാർക്കറ്റ് ഇന്ന് പോയി. കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഇതിപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് രാവിലത്തെ ഹൈ ആണ് ഈ കാണുന്നത്. ICICI ബാങ്കിന് 1480 വരെ പോയി. അതിനുശേഷം കാറ്റടിച്ചുകൊണ്ട് ബലൂൺ പോയ ICICI ബാങ്ക് നേരെ തിരിച്ചു പോയത്. അപ്പോൾ നാളെ ICICI ബാങ്കിൻ്റെ റിസൾട്ട് അടിപൊളി റിസൾട്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ മൊമെൻറ്റം നിലനിർത്തുക. കാരണം ICICI ബാങ്കിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, സാധാരണ രീതിയിൽ ഇത് പിന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം മേലോട്ട് പോവുകയും പിന്നെ നേരെ തിരിച്ചു വരികയും ചെയ്യുന്നൊരു സ്വഭാവമാണ് സാധാരണ ഇത് കണ്ടുവരാറുള്ളത്. അപ്പോൾ ആ ഒരു സ്വഭാവം ഇവിടെ ആവർത്തിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്തായാലും 1440 എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ റെസൻസ് ആണ്. ഇന്നിപ്പോൾ അതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ ഇതിൻ്റെ മുകളിൽ തന്നെ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഇല്ലെങ്കിൽ വീണ്ടും പഴയപടി ആവർത്തിക്കാനുള്ള സാധ്യത ICICI ബാങ്ക് അതിൽ ഉണ്ട്. അതുപോലെ തന്നെ റിലയൻസിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ റിസൾട്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. മാർക്കറ്റ് മേലോട്ട് പോയെങ്കിലും തിരിച്ച് താഴോട്ട് വന്ന് നമ്മുടെ 1323 ലെവലിന് താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നാളെ റിലയൻസിനകത്തിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം അറിയത്തില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് റിലയൻസ് പെർഫോം ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇല്ല. അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ ഇന്ന് 5% പൊട്ടി. ഞാൻ ഇന്നലെ പറഞ്ഞ ആക്സിസ് ബാങ്ക് നല്ല സൂപ്പർ ഡൂപ്പർ റിസൾട്ടാന്ന് പറഞ്ഞത് ശരിയാണ്, റിസൾട്ടൊക്കെ ശരിയാണ്. പക്ഷേ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പ്രതീക്ഷിച്ചത് അത്ര ഉയർന്നില്ല. അതുകൊണ്ടാണ് ആക്സിസ് ബാങ്ക് താഴെ. അപ്പോൾ എല്ലാം കൊണ്ടും അന്ന് ഏകദേശം 1000 പോയിൻറ്റിനടുത്ത് 800-900 പോയിൻറ്റോളം ഇന്ന് ബാങ്ക് നിഫ്റ്റി പൊട്ടി, ഇല്ലേ? ബാങ്ക് നിഫ്റ്റി ഏകദേശം 576 പോയി ലാസ്റ്റ് റിക്കവർ ചെയ്തു. എങ്കിലും 800-900 പോയിൻറ്റോളം ബാങ്ക് നിഫ്റ്റി ഇന്ന് താഴെ പോയത്. അതിന് ശേഷമാണ് അവസാന നിമിഷമാണ് ചെറിയൊരു റിക്കവറി ഉണ്ടായത്, ഈ റിക്കവറി. അപ്പം അടുത്ത ദിവസങ്ങളിൽ നാളെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് ICICI ആണ്, HDFC ബാങ്കിനെയാണ്. HDFC ബാങ്കും IT സ്റ്റോക്കും, ഈ രണ്ട് സംഭവങ്ങളാണ് നിങ്ങൾ നാളെ വീണ്ടും വാച്ച് ചെയ്യേണ്ടത്. HDFC ബാങ്ക് എങ്ങോട്ട് പോകുന്നു ആ വഴിക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ റിലയൻസോടെ ചേരുവാണെന്നുണ്ടെങ്കിൽ സംഗതി വശപ്പശകാകും. അതുപോലെ തന്നെ IT സെക്ടറിനെ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നാളെ ഇപ്പോൾ ഇന്ന് രാത്രി നമുക്ക് നിർണായകമാണ്. ഇന്ന് രാത്രി ഇനിയും ട്രംപ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയത്തില്ല. ഈ ബാബൽ മന്ദറിലെ പ്രശ്നം അത് ശരിക്കും നല്ലൊരു രീതിയിൽ എസ്കലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡിനകത്തിൽ ഭയങ്കര സർജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ക്രൂഡ് വീണ്ടും പഴയ പോലെ 90 കാണേണ്ടി നമ്മൾ വരും. അപ്പോൾ എന്തായാലും രാത്രിയിലെ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യുക. രാവിലെ മാത്രമേ നമുക്കൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിനകത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിനകത്തിൽ നമുക്ക് പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഇന്ന് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തേക്കുന്നത്. കാരണം താഴെ പോയ സാധനം വീണ്ടും തിരിച്ച് കയറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ നമ്മളുടെ BSE ആണ്. BSE താഴെ പോയിട്ട് നെഗറ്റീവിൽ പോയിട്ട് വീണ്ടും BSE തിരിച്ച് കയറി.
ഇത് തിരിച്ച് കയറി ഏകദേശം 66 പോയിൻറ്റ് പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഡിക്സണും 260 പോയിൻറ്റ് പ്ലസ്സിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പം അവർ രണ്ടുപേരോട് ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ ഹീറോ മോട്ടോകോപ്പ് 67 പോയിൻറ്റ്, 2 സ്റ്റോക്കാണ്. ഹീറോ മോട്ടോകോപ്പ് BSE ആണ് ഏറ്റവും വലിയ ഹെവി വെയിറ്റ് സ്റ്റോക്ക് മിഡ് ക്യാപ്പിനകത്തിൽ. അവർ രണ്ടുപേരും പെർഫോം ചെയ്തുകൊണ്ടാണ് ഇന്ന് മിഡ് ക്യാപ്പ് ഈ രീതിയിൽ പെർഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ ഇനി എന്ത് സംഭവിക്കുന്ന കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും കീനായിട്ട് നിങ്ങൾ ഇന്ന് രാത്രിയിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. ഇന്ന് രാത്രി നമുക്ക് രാവിലെ കാരണം ഈ ന്യൂസ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലും ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡേറ്റ ചാർട്ട് വെച്ചിട്ടോ നമുക്ക് അനലൈസ് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതേസമയം ആ ലൈവ് മാർക്കറ്റിൽ നമുക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്നങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാണ് ആ ഒരു ട്രേഡ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി എന്തായാലും നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. കഴിവതും നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്യാൻ നോക്കുക. എനിക്കറിയാം നിങ്ങൾ വളരെ ടെൻഷനിലാണ് ട്രേഡ് ചെയ്യുന്നുള്ള കാര്യം. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മിതത്വം പാലിക്കുക. ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്ന കാര്യം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ലാഭം പിന്നെ നമുക്ക് വരും. നഷ്ടത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുക. നഷ്ടം ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷകൾ കാണും. മാർക്കറ്റ് പൊട്ടും, സാറ് പറഞ്ഞില്ലേ, അങ്ങനല്ലേ, ഇങ്ങനല്ലേ, ഡേറ്റ ഇല്ലേ, ഓയില്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് നമ്മളുടെ തെറ്റിനെ സാധൂകരിക്കത്തക്ക രീതിയിലുള്ള 100 കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേങ്കിൽ അതിൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയാൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മാന്യമായ ലോസ് വന്നാലും അത് ബുക്ക് ചെയ്ത് മാറി നിൽക്കാൻ നിങ്ങൾ ശീലിക്കുക. വേറെ കൂടുതലൊന്നും എന്നും പറയുന്ന പോലെ നിങ്ങളെ അലോസരപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ ഈ കവിഞ്ഞ് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ രാവിലെ ഞാനൊരു വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ വരാം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.